Hi friends, Assalamualaikum. Welcome back to Selva's Kitchen. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുഞ്ഞു ചെമ്മീൻ മൺചട്ടിയിൽ എങ്ങനെയാണ് വരട്ടുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. ഞാനിവിടെ ട്രഡീഷണൽ സ്റ്റൈലിലാണ് മൺചട്ടിയിൽ ചെമ്മീൻ വരട്ടുന്നത്. ഇനി വലിയ ചെമ്മീൻ വേണമെങ്കിൽ ഇതിന് ഉപയോഗിക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ചെറിയ ചെമ്മീനാണ് വരട്ടാനും അതുപോലെ തന്നെ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. കൂടുതൽ ടേസ്റ്റ് അതാണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈലായിട്ടുള്ള കുഞ്ഞു ചെമ്മീൻ എങ്ങനെയാണ് മൺചട്ടിയിൽ വരട്ടുന്നത് എന്ന് നോക്കാം. ട്രഡീഷണൽ സ്റ്റൈലായതുകൊണ്ട് മൺചട്ടിയിലാണ് ചെമ്മീൻ വരട്ടുന്നത്. മൺചട്ടിയിലേക്ക് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ, കുറച്ച് വലിയ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം വെളിച്ചെണ്ണയിൽ. ഇങ്ങനെ ആകുമ്പോൾ നല്ല ഒരു ഫ്ലേവറും സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടും. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് കട്ട് ചെയ്തത്, 1 വറ്റൽമുളക്, 2 ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ഇതുപോലെ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ചതക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കരുത്. ഇടിമുട്ടി ഉപയോഗിച്ച് അല്ലെങ്കിൽ കുത്തറിൽ ഉപയോഗിച്ചിട്ടൊക്കെ വേണം ചതച്ചെടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റുമാണ്, നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ്സും കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അതിപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതിലേക്ക് ചേർക്കേണ്ടത് 2 മീഡിയം സൈസിൽ നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ഒട്ടും സവാള ഒന്നും ആഡ് ചെയ്യണില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത്രയും ഇൻഗ്രീഡിയൻസ് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി അടച്ചു വെക്കാം. കുറച്ച് കഴിഞ്ഞ് അടപ്പം തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, തക്കാളിയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടെ അതുപോലെ ഉടച്ചു കൊടുക്കുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പൊടികളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ. എരിവില്ലാത്തത് കൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ബൗള് പുളിവെള്ളമാണ്. കുറച്ച് പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂണോളം. ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഈ ഗ്രേവി നന്നായിട്ട് തിളപ്പിക്കണം. ഞാനിവിടെ 1 കിലോ ചെറിയ അതായത് കുഞ്ഞു ചെമ്മീനുകളാണ് എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. തലഭാഗം എടുത്തിട്ടില്ല. കൂടുതൽ ടേസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതുപോലെ കുഞ്ഞു ചെമ്മീനാണ് കറി വെക്കാനും വരട്ടാനൊക്കെ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെമ്മീൻ ഗ്രേവിയും കൂടി നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് നിൽക്കണം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ആദ്യം മീഡിയം ഫ്ലെയിമിൽ, പിന്നെ ലോ ഫ്ലെയിമിൽ ഇടുക. ഇതാ നോക്കൂ, കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് ഇത് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് വരട്ടുന്നത്. ഓവർ തിക്കോട് കൂടിയിട്ടല്ലാതെ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇത് വളരെ ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. പിന്നെ ചെമ്മീൻ്റെ കൂടെ കൂടുതൽ കോമ്പിനേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് പുളിയാണ്. അതുകൊണ്ടാണ് കുടംപുളി യൂസ് ചെയ്യാഞ്ഞത്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാ പച്ച വെളിച്ചെണ്ണ. ഇതിപ്പോൾ എല്ലാതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ ചെമ്മീൻ വരട്ടിയത് സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ നമുക്ക് പത്തിരി, ചപ്പാത്തി, ദോശ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ചെമ്മീൻ വരട്ടിയത്. ഒരു ട്രഡീഷണൽ മെത്തേഡിലായതുകൊണ്ട് ഇതിലേക്ക് ഞാൻ മല്ലിയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. മൺചട്ടിയിലൊക്കെ വെച്ചുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ പുളി, ചെമ്മീൻ എല്ലാം കൂടെ നല്ല ഒരു പ്രത്യേക സ്മെല്ലും കൂടെയാണ് ഈ ഒരു ചെമ്മീൻ വരട്ടിയതിന്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തവർ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.